നമസ്തേ, ഞാൻ രാജേഷ് ശാന്തി പട്ടത്താനം. ക്ഷേത്ര കലകളും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും പോരാക്കുറവുകളൊക്കെ സംഭവിക്കാം. ഇനിയുള്ള വീഡിയോകളിൽ അത് പോരാക്കുറവ് നികത്തി മുമ്പോട്ട് പോകുന്നതായിരിക്കും. ക്ഷേത്ര കലകളും ക്ഷേത്ര ആരാധന രീതികളും ഓരോ ക്ഷേത്രങ്ങളിലും തനതായിട്ടുള്ള പടിത്തര പ്രകാരമായിട്ടുള്ള ക്രിയകളാണുള്ളത്. അത് പൂർവാചാര പ്രകാരവും കുടുംബക്ഷേത്രങ്ങളായാലും മഹാക്ഷേത്രങ്ങളായാലും എല്ലാം ഒരു സമ്പ്രദായ രീതി അനുസരിച്ച് വളരെ കാവുകളിൽ നിന്ന് തുടങ്ങി അത് മഹാക്ഷേത്ര സാന്നിധ്യമായിട്ട് മാറുന്നതാണ്. അപ്പം ഓരോ പ്രാണനിലും ക്ഷേത്ര സംബന്ധമായിട്ട് ഓരോ പ്രാണനിലും ഈശ്വരൻ്റെ ദിവ്യത്വവും അതിലുപരി പ്രാണനിൽ അന്തർലീനമായിരിക്കുന്നതായിട്ടുള്ള ആ ദിവ്യപ്രകാശത്തെയും പല മാർഗങ്ങൾ കൊണ്ട് അതിനെ ബാഹ്യവും ആഭ്യന്തരവുമായ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് ഒരു മാർഗമാണ് വിഗ്രഹാരാധന. വേദാംഗപരമായിട്ടുള്ള രീതികളിലും ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും യന്ത്രമന്ത്രാദി തന്ത്രക്രിയകളിലായാലും ക്ഷേത്രങ്ങളും പൂജാവിധികളും ഇതെല്ലാം ഒരു ഉപാധികളായിട്ടാണ് വന്നിട്ടുള്ളത്. ക്ഷേത്ര സങ്കല്പങ്ങളും ഒരു കാവ് സമ്പ്രദായ സങ്കല്പങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെയധികമുണ്ട്. ക്ഷേത്ര ആചാര രീതികളിൽ ഉത്സവ സംബന്ധമായിട്ടുള്ള ക്രിയകൾ, അതിൻ്റെ പടിത്തരങ്ങൾ, ദൈനംദിനമായിട്ടുള്ള നിത്യപൂജകൾ, പ്രതിഷ്ഠാവാർഷികം, ഇങ്ങനെയുള്ള ഓരോ ക്രിയകൾക്കും ക്ഷേത്രത്തിൻ്റെ തനതായിട്ടുള്ള ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ രീതികൾ, അവിടുത്തെ സങ്കുചിതമായിട്ടുള്ള അന്തരീക്ഷ ആ സങ്കല്പ രീതി അനുസരിച്ച് പടിത്തരങ്ങൾ നിശ്ചയിക്കുകയാണ് തന്ത്രിമാർ ചെയ്യുന്നത്. ഒരു ക്ഷേത്രത്തിലെ ആചാരം അതേപോലെ തന്നെ അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഓരോ ക്ഷേത്രത്തിനും ഓരോന്നിൻ്റെ സമ്പ്രദായ വ്യത്യാസങ്ങളുണ്ട്, സമ്പ്രദായ രീതികളുണ്ട്, ആചാര വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ കുലാചാര പ്രകാരമായിട്ടുള്ള ക്രിയകൾ ഓരോ ക്ഷേത്രത്തിനും തനതായിട്ടുള്ള രീതി അതായത് ക്ഷേത്രത്തിന് മാത്രം തന്നെ ഉള്ളതാണ്. അപ്പം ക്ഷേത്രങ്ങളും കാവുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പൂജാവിധി അനുസരിച്ചുള്ള പൂജാതി കർമ്മ കാര്യങ്ങൾക്കുള്ള വ്യത്യാസങ്ങളും അതിൽ ഉണ്ടായിരിക്കുന്നതാണ്.